നല്ലൊരു അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയാണ്. ഇത് ഞാനിപ്പോൾ 2 മാങ്ങ എടുത്തേക്കണം. അതിനകത്തൊരു പാവക്കയുടെ ചെറിയൊരു പീസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഉപ്പും മുളക് പൊടി കുറച്ച് 1 സ്പൂൺ വിനാഗിരി ഇട്ട് തിരിഞ്ഞ് വെക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി വിനീഗറും ഇട്ട് നമുക്ക് തിരിഞ്ഞ് വെക്കാം. ഓക്കെ, ഇതാണ് ഇരിക്കുന്നത്. നമുക്ക് 1 കപ്പ് 1-ാം പാലും 2.5 കപ്പ് സെക്കൻഡ് പാലുമാണ് വേണ്ടത്. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. വേണ്ടത് നമുക്ക് 1 സവാള കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 കവിതയെ ഇഞ്ചി കഷ്ണം, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് നമ്മൾ സൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ കൈ കാണിക്കുക. അപ്പോൾ നമ്മൾ സവാള ഇട്ട് അടുത്ത് ഇഞ്ചി എടുത്ത് അടുത്ത പച്ചമുളക് ഇട്ട് പൊടിക്ക് വേപ്പിലയും കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ച് നമുക്ക് തേങ്ങാപ്പാലും കൂടി നമ്മളിപ്പോൾ 2-ാം പാല് ഒഴിക്കുക ഇതിൻ്റെ മേളിലേക്ക്. അതിനുശേഷം സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് ഓൺ ചെയ്ത ശേഷം നമുക്ക് ആക്കി വെക്കാം. ഓക്കെ, നല്ലോണം തിളക്കട്ടെ. നമുക്ക് ഇതിനെ മൂടി വെക്കാം. ഓക്കെ, നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ച് വെക്കാം. അത്യാവശ്യം നല്ല മേലിട്ടുണ്ട്. മാവ് പാവയ്ക്കല നല്ല മേലിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ച് വെക്കാം. 1-ാം പാൽ ഒഴിച്ച് വെക്കാം. ഇങ്ങനത്തെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കടുക്, അതിനുശേഷം കുറച്ച് സവാള ചുമന്നുമുളക് കൊടുക്കും. ചിക്കനിലേക്ക് കൊടുക്കും. നമുക്ക് ഫ്രൈ ചെയ്യാം. സവാളയ്ക്കൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കൊടുക്കും. നമുക്ക് ഇതിലേക്ക് കൊടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ തിരിച്ചേക്കാം. നമ്മുടെ മാങ്ങ റെഡി ആക്കാം. ഞാൻ പച്ചമാങ്ങയാണ്, ഇതിനുള്ളിൽ പഞ്ചസാര ലാസ്റ്റ് ഒന്ന് കട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് വെളുത്ത മാങ്ങയാണ് കുഴപ്പമില്ല, പച്ചമാങ്ങയാണ് കാണിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ മാങ്ങക്കറി. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ, താങ്ക് യു.